ഒഴിച്ചു വെച്ചേക്കണല്ലേ? ഒന്നേ അടിത്തറ ഇടട്ടെ. കൊറേ കാലമായിട്ട് ഇങ്ങനെ ഓസിക്ക് അടിക്കണം. അപ്പൊ അത് ഇനി നടക്കൂല. എനിക്ക് താല്പര്യമില്ല. അല്ല, ഞാനിപ്പോ അതിങ്ങനെ പറയണമെന്ന് വിചാരിച്ചിട്ടേ. അത് ശരി. നിന്റെ കായില്ല കാലത്ത് നിങ്ങൾ നിന്റെ പിന്നാലെ നടന്ന് നല്ല ഓസിയില് മോദിയിരുന്നു. അപ്പൊ ഞമ്മക്കൊന്നും ഇല്ലാതായപ്പോ നമ്മൾ അടിക്കണേന് കുറ്റം അല്ലേ? നിങ്ങളെ ചെലവിലേ റഹീമിന്റെ അവസാനത്തെ അടിയത്. ഞാൻ അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോഴേ നിങ്ങളെ കുളിപ്പിച്ച് കടത്താനല്ല, കുളിപ്പിച്ച് കടത്താൻ കായോണ്ട് ഈ റഹീമ് ഞാൻ ഇവിടെ വരുള്ളൂ കേട്ടോ. എന്റെ കായിലേ ഓസിൽ കുളിച്ചപ്പോ നായ്ക്കൾക്ക് ഒരു പ്രശ്നമല്ല. ഇപ്പൊ എന്റെ അടുത്ത് 10 ഉറുപ്പ്യ ഇല്ലാതായപ്പോ ഇന്നെ വേണ്ട, ഞാൻ കുടിക്കണേന് കണക്ക് നായ്ക്കള്. തള്ളേ എത്ര ദിവസമായി നിങ്ങളോട് 2000 ഉറുപ്പ്യ ചോദിച്ചിട്ട്? ഇന്റെ കാര്യം അനക്ക് അറിയില്ലേ മാനെ? ഇന്റെ അടുത്ത് എവിടുന്ന കായ്? കായില്ലേ തൽക്കാലം എനിക്കിത് മതി തൽക്കാലം. ഉപ്പാരൊരു തരി പോരുള്ളൂ, അതുപോലെ മുടിപ്പിക്കാതെ എത്ര വണ്ടി മുട്ടിയിട്ട് വെള്ളത്തിൽ ഊങ്ങിട്ട് ചാവ് അനക്കതില്ലല്ലോ. മുടിയാനായിട്ട് ജനിച്ചോരെ ഇത് നന്നാവൂലടാ, അയ്യോ സാർ റഹീമിന് എങ്ങനെയുണ്ട്? നിങ്ങൾ ആരാ റഹീമിന്റെ? കൂട്ടുകാരാണ്. അടുത്ത ബന്ധുക്കൾ ആരെങ്കിലും? റഹീമിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ഒരു ചെറിയ സർജറി വേണ്ടി വരും. റഹീം മദ്യപിച്ചിട്ട് അവന്റെ ലിവർ പൂർണ്ണമായിട്ട് നശിച്ചിട്ടുണ്ട്. കരള് മാറ്റിവെക്കല് നിർബന്ധമാണ്. ഞാൻ എന്ത് വേണമെങ്കിൽ കൊടുത്തോളാം സാറേ, ഇന്റെ ജീവൻ വേണമെങ്കിൽ കൊടുത്തോളാം. ഇന്റെ പ്രാക്കൊണ്ടാണല്ലോ ഇങ്ങനെ സംഭവിച്ചത്. ശ്രമിക്കാം. എങ്ങനെയുണ്ട് റഹീമേ? കുഴപ്പമില്ല ഡോക്ടർ. സാർ ആ പണ്ടാറ തള്ള പോയോ? ആ തള്ളന്റെ പ്രാക്ക് കാരണം സാറേ ഞാൻ ഇക്കോലത്തിലായത്. ഞാൻ പറയേണ്ടെന്ന് കരുതിയതായിരുന്നു, പക്ഷെ പറഞ്ഞേ പറ്റൂ. നിന്റെ ഉമ്മ